വെൽക്കം ടു എൽഎൻതിങ്. നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയ സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിലെ പേജ് 51-ലെ ഒന്നാമത്തെ ചോദ്യമാണ് ചെയ്യാൻ പോകുന്നത്. ചോദ്യം: കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ദ ക്വാഡ്രിലാറ്ററൽ ഷോൺ ബിലോ ആൻഡ് ഓൾസോ ദ ആംഗിൾസ് ബിറ്റ്വീൻ ഇറ്റ്സ് ഡയഗണൽസ്. അതായത് ഈ ക്വാഡ്രിലാറ്ററിലെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കുക, കൂടാതെ വികരണത്തിന്റെ ഇടയിലുള്ള ആംഗിൾസും കണ്ടുപിടിക്കുക. നമുക്കിതിന് പേരൊക്കെ കൊടുക്കാം. എ, ബി, സി, ഡി, ആംഗിൾ ഒ എന്ന് കൊടുക്കാം. ഇനി ഓരോന്നായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. നോക്കിക്കേ, ആദ്യം തന്നിരിക്കുന്നത് എന്താന്ന് നോക്കാം. ആംഗിൾ ഈ 15 തുടങ്ങാം. ആംഗിൾ ബി ഡി സി ഈക്വൽ 50 ഡിഗ്രി. അത് തന്നിട്ടുള്ളതാണ് അല്ലേ? അപ്പൊ ബി ഡി സി നോക്കിക്കേ, ബി ഡി സി ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം ബിയും സിയും കൂടെ നമ്മൾ യോജിപ്പിക്കുകയാണെങ്കിൽ നമുക്കൊരു കോഡ് കിട്ടും. ഈ കോഡ് ഈ വൃത്തത്തെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, രണ്ട് സെഗ്മെന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇതൊരു സെഗ്മെന്റ്, ബാക്കി ഇങ്ങോട്ടുള്ളതൊക്കെ രണ്ടാമത്തെ ഓൾട്ടർനേറ്റ് സെഗ്മെന്റ്. അതായത് ഇത് മൈനർ സെഗ്മെന്റ്, മറ്റേത് മേജർ സെഗ്മെന്റ്. ഈ ആംഗിള് ഓൾട്ടർനേറ്റ് സെഗ്മെന്റിലുള്ള ആംഗിൾ ആണ് അല്ലെ? ബി സി എന്ന കോഡ്, ബി സി എന്ന ആർക്ക് ഓൾട്ടർനേറ്റ് സെഗ്മെന്റിന്റെ കോഡാണ്, അല്ല ആംഗിൾ ആണ്. അപ്പം ഇതേപോലെ വേറൊരു ആംഗിൾ കൂടെ ബിയിൽ നിന്നും സിയിൽ നിന്നും പോകുന്നുണ്ട്. നോക്കിക്കേ, എ ബി സി, എ ബി സി. അപ്പം ബി സിയിൽ നിന്ന് പോകുന്നതാണ്. Therefore, angle ABC is also 50 degree. Angle A അല്ലല്ലോ, BAC equals 50 degree. Angles in the same segment. ഒരേ സെഗ്മെന്റിലുള്ള ആംഗിൾസ് എല്ലാം ഈക്വൽ ആണ്. ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ്. അപ്പൊ ഇവിടെ 50 എന്ന് കിട്ടി. ഇനി അതുപോലെ ഇനി അടുത്ത ആംഗിൾ ഇവിടെ നമുക്ക് 30 എടുക്കാം. അത് തന്നിട്ടുള്ളതാണ്. ആംഗിൾ ഡി സി എ, ഡി സി എ, ഡി സി എ ഈക്വൽസ് 30 ഡിഗ്രി. ദറ്റ് ഈസ് ഗിവൺ. അപ്പം ഇതേപോലെ ഡി സി എ, അപ്പം ഇവിടെ നമ്മൾ യോജിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ എന്താണ് കോഡ് എ ഡി ആണ്. ഇതിനെ രണ്ട് സെഗ്മെന്റ് ആക്കുന്നു. ഇതൊരു സെഗ്മെന്റ്, ബാക്കി ഭാഗം മറ്റേ ഓൾട്ടർനേറ്റ് സെഗ്മെന്റ്. അപ്പൊ ഈ സെഗ്മെന്റ് ഡിയിൽ നിന്ന് എയിലേക്ക് പോകുന്ന വേറൊരു ആംഗിൾ കൂടി ഡിയും എയും എൻ പോയിന്റ്സ് ആയിട്ട് പോകുന്ന ഓൾട്ടർനേറ്റ് സെഗ്മെന്റിലെ മറ്റൊരു കോണാണ് ഡി ബി എ, ആംഗിൾ ഡി ബി എ. അപ്പൊ അതൊന്ന് എന്തായിരിക്കും? 30 ആയിരിക്കും. എന്താണ്? ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ്, ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ്. ഇനി നമുക്ക് വേറെന്താണ് തന്നിട്ടുള്ളത്? ആംഗിൾ, ഈ ആംഗിൾ തന്നിട്ടുള്ള അല്ലെ? ആംഗിൾ സി ബി ഡി, ആംഗിൾ സി ബി ഡി 45 ഡിഗ്രി. അത് നമുക്ക് തന്നിട്ടുണ്ട്. സി ബി ഡി. അപ്പൊ നമ്മുടെ കോഡ് ഇതായിരിക്കും. ഇതൊരു സെഗ്മെന്റ്, ഇത് ഓൾട്ടർനേറ്റ് സെഗ്മെന്റ്. അപ്പം സി ബി ഡി 45 ആണെങ്കിൽ അതുപോലെ തന്നെ സി എ ഡിയും 45 ആയിരിക്കും. ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ്. സി എ ഡി is also 45. Angles in the same segment, angles in the same segment. അപ്പൊ ഇത് നിങ്ങൾക്ക് തെറ്റിപ്പോയോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. നമുക്ക് കോഡിന്റെ എൻഡ് ബിയും സിയും ഈക്വൽ, ഡിയും എയും ഈക്വൽ, സിയും ഡിയും ഈക്വൽ. അങ്ങനെ 3 ആംഗിൾ തന്നിട്ട് നമ്മൾ 3 ആംഗിൾ കണ്ടുപിടിക്കുക കൂടി ചെയ്തു. ഇനി നമുക്ക് ബാക്കിയുള്ളത് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇവിടെ 2 ആംഗിൾസ് ഉണ്ട്. മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിച്ചൂടെ? ട്രയാംഗിൾ COD എടുത്താൽ മതി. ഇൻ ട്രയാംഗിൾ COD, ആംഗിൾ COD ഈക്വൽസ്
മൂന്ന് ആംഗിളും കൂടെ 180. രണ്ട് ആംഗിൾ നമുക്ക് അറിയാം. അപ്പൊ 180 മൈനസ് 50 പ്ലസ് 30 എത്ര വരും? 180 മൈനസ് 80 ഈക്വൽസ് 100 എന്ന് കിട്ടും. ഇവിടെ എത്ര കിട്ടും? ഇവിടെ നമുക്ക് 100 എന്ന് കിട്ടും. എഴുതാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ആംഗിള് ഏതാണ്? ഈ ആംഗിള് ഇവിടെ 100 എന്ന് കിട്ടി. അപ്പൊ ഈ ആംഗിളും 100 ആയിരിക്കത്തില്ലേ? ഓപ്പോസിറ്റ് ആംഗിൾ 100 ഇവിടെ 100 ആണ്. ഞാൻ എഴുതുന്നില്ല, ഇവിടെ ഓ ഉള്ളതുകൊണ്ട് എഴുതാൻ പറ്റുന്നില്ല. ആംഗിൾ സിൻസ് ആംഗിൾ COD ഈക്വൽസ് 100, ആംഗിൾ AOB ഈസ് ഓൾസോ 100. എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ്. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അതുപോലെ ഈ ആംഗിൾ കണ്ടുപിടിച്ചൂടെ? ഈ രണ്ടും സ്ട്രെയിറ്റ് ലൈനിലുള്ള ആംഗിളാണ്. സ്ട്രെയിറ്റ് ലൈൻ ഡിഗ്രി മെഷർ ഈസ് 180 ഡിഗ്രി. നോട്ട് ഓൺലി ദാറ്റ് ദേ ഫോം ലീനിയർ പെയർ. ഇത് രണ്ടും രേഖീയ ജോഡികളാണ്. അത് നമുക്ക് എഴുതാം. ആംഗിൾ BOA ആംഗിൾ BOA പ്ലസ് ആംഗിൾ DOA equals 180. They form linear pair. Linear pairs are supplementary. രേഖീയ ജോഡികൾ അനുപൂരകങ്ങളാണ്. അപ്പം BOA എത്ര? 100 plus DOA equals 180. Therefore, angle DOA equals 180 minus 100, 80 എന്ന് കിട്ടും. ഇവിടെ 80 ആണെങ്കിൽ ഇതും എത്രയായിരിക്കും? 80 ആയിരിക്കും. Therefore, angle BOC is also 80. കാരണം എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾ. ഓപ്പോസിറ്റ് ആംഗിൾ ഓഫ് ആംഗിൾ DOA. DOAയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് BOC. അതുകൊണ്ട് അത് 80 ആയിരിക്കും. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ ഒരു ആംഗിളേ ഉള്ളു അല്ലെ? ആംഗിൾ AOD ഇൻ ട്രയാംഗിൾ AOD സം ഓഫ് ത്രീ ആംഗിൾസ് എന്ന് എടുക്കാം. അതെടുക്കുമ്പോൾ 180. മൂന്ന് ആംഗിളും കൂടെ 180. ട്രയാംഗിൾ അല്ലേ? അപ്പം രണ്ടെണ്ണം നമുക്ക് അറിയാം, 80ഉം 45. 180 ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് കുറച്ചാൽ മതി. ട്രയാംഗിൾ ആംഗിൾ ADO ഈക്വൽസ് 180 മൈനസ് 80 പ്ലസ് 45 ഈക്വൽസ് 180 മൈനസ് 125. അപ്പൊ 180 125 പോയാൽ എത്ര കിട്ടും? 55 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ ഈ ആംഗിള് 55 എന്ന് കിട്ടി. എഴുതുന്നില്ല. അപ്പൊ ഈ ആംഗിളും 55 എന്ന് നമുക്ക് എടുക്കാം. ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ്. സിൻസ് ആംഗിൾ ADO എന്ന് പറയുന്ന ADB എന്ന് പറയുന്ന ഒന്ന് തന്നെയാണ് അല്ലെ? 55. ആംഗിൾ ACB also 55. എന്താണ്? ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ്. ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ്. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ എടുക്കാം. എങ്ങനെ? സം ഓഫ് ത്രീ ആംഗിൾസ് ഓഫ് എ ട്രയാംഗിൾ ഈസ് 180 ഡിഗ്രി എന്ന് എടുത്ത് ആ രീതിയിലും ചെയ്യാം. ഇനി നമുക്ക് എല്ലാ ആംഗിൾസും എഴുതാം. ഇൻ കോഡിലാറ്ററൽ എല്ലാം കിട്ടിയില്ലേ? കോഡിലാറ്ററൽ ABCD ഇൻ കോഡിലാറ്ററൽ ABCD ആംഗിൾ A ഈക്വൽസ് 45ഉം ഇവിടെ എത്ര? 50ഉം 45 പ്ലസ് 50 ഈക്വൽസ് 95. ആംഗിൾ B ഈക്വൽസ് 30ഉം 45, 30 പ്ലസ് 45 ഈക്വൽസ് 75. ആംഗിൾ C ഈക്വൽസ് ഇവിടെ 55 കിട്ടിയില്ലേ? 55 പ്ലസ് 30 85. ഇവിടെ 55 ഞാൻ എഴുതാൻ 55 പ്ലസ് 50. ആംഗിൾ D ഈക്വൽ 55 പ്ലസ് 50 ഈക്വൽസ് 105. പിന്നെ നമുക്ക് ഇതിന്റെ ഇടയിലുള്ള ആംഗിൾസ്, ഡയഗണൽസിന്റെ ഇടയിലുള്ള ആംഗിൾ
COD equals angle COD equals പിന്നെ ആംഗിൾ ഏതാണ്? ആംഗിൾ AOB equals 100. ഇതാണ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആയതുകൊണ്ട്. അതൊക്കെ നേരത്തെ റീസൺ എഴുതിയിട്ടുണ്ട്, വീണ്ടും എഴുതേണ്ട കാര്യമില്ല. പിന്നെ ഇവിടെ AOD ആംഗിൾ AOD equals ആംഗിൾ BOC equals 80. ഇത്രയും ആംഗിൾസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കിക്കേ, ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെന്ററി ആണ്, നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. A plus D 95, B plus D, A plus D അല്ല സോറി, B plus D 75, 105 ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടും. അടുത്തത് A plus C 95ഉം 85ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടും. മനസ്സിലായോ? അപ്പൊ ഇതാണ് നമ്മൾ ആംഗിൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന എല്ലാ ആംഗിൾസും കണ്ടുപിടിച്ച്. രണ്ടാമത്തെ ചോദ്യം, prove that in a cyclic quadrilateral the outer angle at any vertex is equal to the inner angle at the opposite vertex. അതായത് ഔട്ടർ ആംഗിൾ ഞാൻ വരച്ചിട്ടുണ്ട്, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ വരച്ച് ഒരു ഔട്ടർ ആംഗിളും വരച്ചിട്ടുണ്ട്. ഈ ഔട്ടർ ആംഗിള് ഏതിന് ഈക്വൽ ആണെന്ന്? ഇന്നർ ആംഗിൾ അറ്റ് ദ ഓപ്പോസിറ്റ് വെർട്ടെക്സ്. ഈ വെർട്ടെക്സിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഇതാണ് അല്ലെ, ഈ ആംഗിളിന് ഈക്വൽ ആണെന്ന് പറയണം. ഇന്നർ ആംഗിൾ അറ്റ് ഓപ്പോസിറ്റ് വെർട്ടെക്സ്. അപ്പൊ നമുക്ക് എന്താണ് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത്? അതങ്ങ് എഴുതാം. ടു പ്രൂവ് ദാറ്റ് ആംഗിൾ CBE equal to ആംഗിൾ D or ADC. അതായത് ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ആംഗിൾ. ഈ ആംഗിളിന്റെ മെഷറും ഈ ആംഗിളിന്റെ ഡിഗ്രി മെഷറും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മൾ പഠിച്ച പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് എടുക്കാം. ഇവിടെ നോക്കിക്കേ, ഈ ആംഗിളും ഈ ആംഗിളും എത്രയായിരിക്കും? 180 ഡിഗ്രി. എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അതങ്ങ് എഴുതാം ആദ്യം. ആംഗിൾ ബിക്ക് ബി എന്ന് മാത്രം എഴുതിയാൽ പോരാ, CBE ഓർ ABC. ആംഗിൾ ABC പ്ലസ് ആംഗിൾ ADC ഈക്വൽ ടു 180 ഡിഗ്രി. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഇനി ഇത് രണ്ടും സ്ട്രെയിറ്റ് ആംഗിളിലുള്ള ആംഗിൾസ് അല്ലേ? സം ഈസ് 180. therefore ലീനിയർ പെയർ. അത് നമുക്ക് എഴുതാം. ആംഗിൾ ABC പ്ലസ് ആംഗിൾ CBE ഈക്വൽ ടു 180 ഡിഗ്രി. എന്താണ് റീസൺ? എന്താണ്? ലീനിയർ പെയർ. ലീനിയർ പെയർസ് ആർ സപ്ലിമെന്ററി. അതായത് ഈ രണ്ട് ആംഗിളും സ്ട്രെയിറ്റ് ലൈനിലെ ആംഗിൾസ് ആണ്. therefore ലീനിയർ പെയർ. അപ്പൊ നമുക്ക് നോക്കേ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, റൈറ്റ് ഹാൻഡ് സൈഡ്. റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആ, സോ വി ക്യാൻ ഇക്വേറ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഫ്രം 1 and 2. ഫ്രം ഇക്വേഷൻ 1 and 2 നമുക്ക് എന്താ എഴുതാം? ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഇത് രണ്ടും ഈക്വൽ ആണ്, നമുക്ക് എഴുതാം. ആംഗിൾ ABC പ്ലസ് ആംഗിൾ ADC ഈക്വൽസ് ആംഗിൾ ABC പ്ലസ് ആംഗിൾ CBE. രണ്ട് സൈഡിൽ നിന്നും ABC നമുക്ക് കട്ട് ചെയ്യാം. വാട്ട് ഈസ് ലെഫ്റ്റ് ബിഹൈൻഡ്? ആംഗിൾ ADC ഈക്വൽ ആംഗിൾ CBE. നമുക്ക് എഴുതാം. therefore angle ADC equals angle CBE. ഇത് തന്നെയല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഹെൻസ് പ്രൂവ്ഡ്. അതായത് ഔട്ടർ ആംഗിള് ഏതിന് ഈക്വൽ ആണ്? ഓപ്പോസിറ്റ് ഇന്നർ ആംഗിൾ അറ്റ് ദ ഓപ്പോസിറ്റ് വെർട്ടെക്സ്. അത് തന്നെയല്ലേ നമുക്ക് കിട്ടിയത്. ADC ഇതാ ഈ ആംഗിള് ഈക്വൽ ടു CBE. ഈ ആംഗിളിന് ഈക്വൽ ആണെന്ന് കിട്ടി. ഇതാണ് ഇതിന്റെ പ്രൂഫ്. ഹെൻസ് പ്രൂവ്ഡ് എന്നുകൂടി നമുക്ക് എഴുതാം. ഹെൻസ് പ്രൂവ്ഡ്.
നമ്മൾ അങ്ങനെ പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പം 2 ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഈ എക്സസൈസില് ഇനിയും എനിക്ക് തോന്നുന്നു 8 ചോദ്യങ്ങളുണ്ട്. ഇനി 6 ചോദ്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് ദീസ് 2 ക്വസ്റ്റ്യൻസ്. 2 ചോദ്യങ്ങളും മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സില് അടുത്ത ചോദ്യങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ. ഓക്കെ.